പ്രിയപ്പെട്ടവരെ, നമുക്കൊപ്പം ടി വി പ്രസാദ് നിൽക്കുന്നു. എന്താണ് വാർത്തയെ നമുക്ക് ടി വി പ്രസാദിനോട് തന്നെ ചോദിക്കാം. ഈ തണുത്ത പ്രഭാതത്തെ ചൂടുപിടിപ്പിക്കാൻ ടി വി പ്രസാദ് ഒരു ബ്രേക്കിംഗ് വാർത്തയുമായി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ടി വി പ്രസാദ്, ഉഷാറാവട്ടെ. എന്താണ് ഇന്നത്തെ ബ്രേക്കിംഗ്? അരുൺ, ഇത് ചൂടുപിടിപ്പിക്കുന്നത് തന്നെയാണ് അരുൺ. കാരണം തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തു വരാതിരുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ പകർപ്പ് നമുക്ക് കിട്ടി. അത് മറ്റൊന്നുമല്ല അരുൺ, തൃശൂരിൽ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പാണ് റിപ്പോർട്ടറിന് കിട്ടിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലായി MR അജിത് കുമാർ പറയുന്നത് പോലീസ് പൂരം കലക്കിയിട്ടില്ല, പകരം തൃശൂർ പൂരം കലക്കിയത് തിരുവമ്പാടി ദേവസ്വമാണ് എന്നാണ് ADGP MR അജിത് കുമാറിന്റെ കണ്ടെത്തൽ. പൂരം കലക്കാൻ തിരുവമ്പാടി നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റിപ്പോർട്ടിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമുക്ക് എത്തിക്കേണ്ടതുണ്ട് അരുൺ. കാരണം ഇത് ഏറെ നിർണായകം തന്നെയാണ്. കാരണം MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. നേരത്തെ വിവരാവകാശ പ്രകാരം ഈ റിപ്പോർട്ടുകൾ ഒന്നും തരാൻ സർക്കാർ തയ്യാറായില്ല, ആഭ്യന്തര വകുപ്പ് തയ്യാറായില്ല. ഈ ഘട്ടത്തിലാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. നമുക്ക് അതിൽ ഒന്ന് രണ്ട് ഭാഗങ്ങൾ വായിക്കണം അരുൺ. കാരണം നടത്തിയ മറ്റന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലും മറ്റു വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും പോലീസ് പൂരം തടയുകയോ ആചാരലംഘനം നടത്തുകയോ പൂരത്തിനൊപ്പമുള്ള കമ്മിറ്റിക്കാരുൾപ്പെടെയുള്ള ആൾക്കാരെ തടയുകയോ ചെയ്തിട്ടില്ലെന്നും തിരുവമ്പാടി പൂരം അപകടങ്ങളൊന്നുമില്ലാതെ ആചാരങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് സുഗമമായി നടത്താനുള്ള സൗകര്യം ഒരുക്കുകയാണ് ചെയ്തതെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നു. ഇത് MR അജിത് കുമാറിന്റെ റിപ്പോർട്ടാണ്. അതായത് പോലീസ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അടിവരയിട്ട് പറയുന്നത് MR അജിത് കുമാറാണ്. എന്നാൽ പഴയ നടക്കാവിൽ നിന്നും സ്വരാജ് റൌണ്ടിലേക്ക് മഠത്തിൽ വരവ് പ്രവേശിച്ച് കൂട്ടിയെഴുന്നള്ളിപ്പിനുള്ള എല്ലാ നടപടികളും ആരംഭിച്ച ശേഷം തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളായ ശ്രീ സുന്ദർ മേനോൻ, ശ്രീ ഗിരീഷ് കുമാർ, ശ്രീ വിജയമേനോൻ, ശ്രീ ഉണ്ണികൃഷ്ണൻ, ശ്രീ രവി എന്നിവരുടെ താൽപര്യപ്രകാരം അവരോടൊപ്പമുണ്ടായിരുന്ന തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളല്ലാത്ത ശ്രീ ജോസ് താണിക്കൽ, ശ്രീ കൃഷ്ണദാസ് എന്നിവരുടെ താൽപര്യപ്രകാരവും ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ച മറ്റു ചിലരും കൂടി മുൻ നിശ്ചയിച്ച പ്രകാരം മഠത്തിൽ വരവ് നടുവിലാൻ ജംഗ്ഷനിലെത്തിയതിനു ശേഷം അങ്ങനെ തുടങ്ങുകയാണ് അരുൺ. ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് ഇപ്പോൾ അരുണിനും കിട്ടിയിട്ടുണ്ടാകും, അരുണിന്റെ കയ്യിലുണ്ട്. അരുണിനും കൂടി ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വായിക്കാം. അസമയം അവിടെ വെച്ച് അവസാനിപ്പിക്കുകയും തുടർന്ന് നടുവിലാലിൽ തിരുവമ്പാടി ദേവസ്വം ഉയർത്തിയിട്ടുള്ള പന്തലിലെ ദീപാലങ്കാരം ഉദ്ദേശം 1:18 സ്വിച്ച് ഓഫ് ചെയ്തിട്ടുള്ളതും ശേഷം നായ്ക്കനാൽ പന്തലിലെ ദീപാലങ്കാരം തിരുവമ്പാടി ദേവസ്വം ഉദ്ദേശം 1:21 മണിയോടെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുള്ളതും തുടർന്ന് പൂരം നിർത്തിവെച്ച് MG റോഡ് T ജംഗ്ഷനിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് വ്യക്തമായ റിപ്പോർട്ടിൽ പറയുകയാണ്. അതുവഴി പൊതുജനങ്ങളെയും പൂരപ്രേമികളെയും നിരാശരാക്കുകയും ജനവികാരം മനഃപൂർവ്വം ജില്ലാ ഭരണകൂടത്തിനും സംസ്ഥാന സർക്കാരിനുമെതിരെ മുൻ നിശ്ചയിച്ച പ്രകാരം തിരിച്ചുവിടാൻ ശ്രമിച്ചു എന്നതും വ്യക്തമാണ്. ഈ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലെ ഒരു പേജാണ് ഞാനിപ്പോൾ വായിച്ചത് അരുൺ. അതായത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ പോലീസ് തടയുന്നതോ കാര്യങ്ങളോ ഒന്നും ഈ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടില്ല. മറിച്ച് തിരുവമ്പാടി ദേവസ്വമാണ് ഇതിന്റെ എല്ലാം കുറ്റക്കാർ എന്ന് അക്കമിട്ട് പറയുകയാണ് MR അജിത് കുമാർ തന്റെ റിപ്പോർട്ടിൽ. ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ, അതായത് ദേവസ്വത്തിലെ അംഗങ്ങളുടെ പേരുൾപ്പെടെ പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടുകളാണ്. ഓരോ ആളുകളും എന്താണ് ചെയ്തതെന്ന് വ്യക്തമായി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അരുൺ. മാത്രവുമല്ല, ഈ പൂരം കലക്കിയത് വോട്ടിനു വേണ്ടിയാണെന്ന് പറയുമ്പോഴും തിരുവമ്പാടി ദേവസ്വത്തിലെ ചിലരുടെ പേരുകൾ കൃത്യമായി എടുത്തു പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ ആർക്ക് വോട്ടിനു വേണ്ടി എന്നുള്ളതിൽ പരാമർശിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമല്ലേ. പക്ഷേ എന്നാൽ BJPയിലെ സംസ്ഥാന പ്രസിഡന്റിന്റെയോ വൈസ് പ്രസിഡന്റിന്റെയോ ഒക്കെ പേരുകൾ അതിന്റെ അനുബന്ധമായിട്ട് ചേർത്തിരിക്കുന്ന മൊഴികളിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. RSSന്റെ നേതാവിന്, എനിക്കൊന്ന് മത്സ്യം തില്ലങ്കേരിയുടേതായിരിക്കാം, ആ പേരും അതിലുണ്ട്, അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇത് ഒഴിച്ചു നിർത്തിയാൽ മറ്റാരുടെയും പേരതിൽ പരാമർശിച്ചിട്ടില്ല. ഏത് പാർട്ടിയാണ് വോട്ടിനു വേണ്ടി പൂരം കലക്കാൻ ശ്രമിച്ചത് എന്ന് വ്യക്തമായി അതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പാർട്ടിയുടെ പേരതിൽ കൊടുത്തിട്ടില്ല. എന്നാൽ RSSന്റെയും
BJP-യിലെയും നേതാക്കളുടെ പേരുകൾ മൊഴികളിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ജില്ലാ ഭരണകൂടത്തെ രക്ഷിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ADGP MR അജിത് കുമാർ നൽകിയത്. ഈ റിപ്പോർട്ട് പക്ഷേ DGP തള്ളിക്കളഞ്ഞിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് MR അജിത് കുമാറിനെതിരെ DGP തന്നെ അന്വേഷണം നടത്തുന്ന സാഹചര്യമുണ്ടായി. ഇത് DGP തള്ളിക്കളഞ്ഞ റിപ്പോർട്ടാണ് TV പ്രസാദ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ തിരുവമ്പാടി ദേവസ്വത്തിലെ ആളുകളുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ വിമർശനം ഈ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഇപ്പോൾ പോലീസിന് വീഴ്ച വന്നിട്ടില്ല എന്ന് പറയുന്നു. ഏതു പാർട്ടിക്കാണ് അതുകൊണ്ട് ഗുണമുണ്ടായത് എന്നുള്ള കാര്യം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നില്ല. മറ്റു പേരുകൾ ഒന്നും തന്നെ റിപ്പോർട്ടിൽ കാണുന്നതുമില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് TV പ്രസാദ്? തന്നെയാണ് അരുൺ ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് അട്ടിമറിക്കാൻ വേണ്ടിയാണ്, അട്ടിമറിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. തിരുവമ്പാടി ദേവസ്വം ഇത് പൂരം അട്ടിമറിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. വോട്ടിന് വേണ്ടി എന്നും പറയുന്നത്. പക്ഷേ അരുണ് പറഞ്ഞതുപോലെ അത് ആർക്ക് വേണ്ടി എന്ന് പറയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഈ റിപ്പോർട്ട് DGP അംഗീകരിക്കാതിരിക്കുകയും ചെയ്തത് എന്നുള്ളതും പ്രധാനമാണ് അരുൺ. കാരണം ഇത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അവിടെ കൂടിയ ആളുകൾക്കുള്ള ഒരു ബോധ്യമുണ്ട്. ആ ബോധ്യം എന്താണോ അതിന്റെ നേരെ എതിരാണ് ഈ റിപ്പോർട്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. തിരുവമ്പാടി ദേവസ്വത്തിലെ ചില ആളുകളുടെ പേരുകൾ എഴുതി ചേർക്കാൻ കാണിച്ച താല്പര്യം ADGP MR അജിത് കുമാർ ഇതിൽ യഥാർത്ഥത്തിൽ ഉണ്ടായ ചില ആളുകളുടെ പേരുകൾ വിട്ടുപോവുകയും അവർക്കെതിരായ വിമർശനങ്ങൾ ഉയർത്തുന്നതിൽ മറന്നുപോവുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാറി എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കണം ഈ റിപ്പോർട്ട് തള്ളാനുള്ള കാരണം. ഇത് അരുൺ, ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി ഇനിയിപ്പോൾ തിരുവമ്പാടി ദേവസ്വം അതിശക്തമായ വിമർശനങ്ങളുമായി വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് ഇതുവരെയും പുറത്തു വന്നില്ല. ഇവരുടെ പേരുൾപ്പെടെയുള്ള റിപ്പോർട്ട് പുറത്തു വന്നതുകൊണ്ട് തന്നെ ഇത് അട്ടിമറിച്ചത് തിരുവമ്പാടി ദേവസ്വമാണ് എന്ന് പറയുന്ന റിപ്പോർട്ട് എങ്ങനെ MR അജിത് കുമാർ തയ്യാറാക്കി എന്നുള്ളതും, അതിനിടയിൽ കഴിഞ്ഞ ദിവസമാണ് MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു, വിജിലൻസ് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു എന്ന വാർത്ത വരുന്നത്. അതിന്റെ പിന്നാലെ ഈ റിപ്പോർട്ടും പുറത്തേക്ക് വരുന്നു. ഉറപ്പായും ഇത് ഇവിടെ നിൽക്കില്ല അരുൺ. എന്തായാലും തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും പൂരപ്രേമികളുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനം ഇതിനെതിരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് പല കാര്യങ്ങളും മറച്ചുവെച്ചുള്ള ഒരു റിപ്പോർട്ടാണ് എന്നുള്ളതാണ് ഇത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV പുറത്തുവിടുന്നത്. സെപ്റ്റംബറിൽ ADGP MR അജിത് കുമാർ DGPക്ക് സമർപ്പിച്ച റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ മേൽ അന്ന് തന്നെ ചർച്ചകൾ നടന്നിരുന്നു. അതിൽ തിരുവമ്പാടി ദേവസ്വത്തെ കുറ്റപ്പെടുത്തുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. അതിന്റെ പൂർണ്ണ രൂപമാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV പുറത്തുവിടുന്നത്. സെപ്റ്റംബറിൽ ADGP MR അജിത് കുമാർ സമർപ്പിച്ച ഈ റിപ്പോർട്ട് വിവരാവകാശ പ്രകാരം നമ്മളടക്കമുള്ളവർ തേടിയിരുന്നുവെങ്കിലും വിവരാവകാശ പ്രകാരം ഈ റിപ്പോർട്ട് നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് സർക്കാർ എടുത്തത്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. തിരുവമ്പാടി ദേവസ്വത്തിലെ ആളുകളുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് വോട്ടിനു വേണ്ടി പൂരം കലക്കാനുള്ള ആസൂത്രിതമായ നീക്കം നടത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിലുള്ളത്. ഈ റിപ്പോർട്ട് പക്ഷേ DGP തള്ളിക്കളഞ്ഞിരുന്നു, സർക്കാർ തള്ളിക്കളഞ്ഞിരുന്നു. എന്നാൽ ആ റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ പുറത്തു വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആർക്കു വേണ്ടിയാണ് ഈ പൂരം കലക്കിയത് എന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നില്ല. പക്ഷേ ജില്ലാ ഭരണകൂടത്തെയും സംസ്ഥാന സർക്കാരിനെയും പൂർണ്ണമായും പ്രതിരോധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ്. പ്രത്യേകിച്ച് പോലീസ് പൂരം കലക്കാൻ വേണ്ടി എന്തെങ്കിലും നീക്കം നടത്തി എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല. യഥാർത്ഥത്തിൽ പോലീസും ചിലരും ചേർന്നാണ് പൂരം കലക്കിയത് എന്നാണ് CPI അടക്കമുള്ളവരുടെയും വാദമുണ്ടായിരുന്നത്. പ്രതിപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ വാദം അത് തന്നെയായിരുന്നു. പോലീസ് BJPക്ക് വേണ്ടി പൂരം കലക്കി എന്ന മട്ടിലുള്ള രാഷ്ട്രീയ പ്രചരണമാണ് പ്രതിപക്ഷം നടത്തിയത്. അത് ആ രീതിയിലല്ല ഇന്നിപ്പോൾ MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിൽ കാണുന്നത്. MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിലുള്ള വിവരങ്ങൾ തിരുവമ്പാടി ദേവസ്വത്തിലെ ചിലർ വോട്ടിനു വേണ്ടി പൂരം കലക്കിയിരിക്കുന്നു. അവരുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിലുള്ളത്. അതിൽ ആർക്കു വേണ്ടി എന്നുള്ളത് വ്യക്തവുമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. TV പ്രസാദാണ് ഈ റിപ്പോർട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അതിൻ്റെ സമ്പൂർണ്ണ രൂപമാണ് റിപ്പോർട്ടർ TV ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.